വാർത്തകളിലേക്ക്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ വിധികർത്താവ് ഷാജി ജീവനൊടുക്കിയതിൽ ആക്ഷേപവുമായി കുടുംബം. ഷാജിയെ കോഴക്കേസിൽ കുടുക്കിയതാണെന്ന് കുടുംബം ആരോപിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. അവശനാണ്. മുഖമെല്ലാം ഇത് കരിവാളിച്ച പോലെയുണ്ട്, ഇവിടെയെല്ലാം കരിവാളിച്ച പോലെയുണ്ട്, മുഖത്ത് ഇവിടെ കലിയുണ്ട്. പിന്നെ അവൻ പറയും, ഞാൻ ചോദിച്ചു വന്നപാട് നിന്നെ അടിച്ച് ഞാൻ പറഞ്ഞില്ല, എന്നെ അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിച്ചു പിന്നെ ഇതെല്ലാം നാന്ന് മുഖത്തെല്ലാം കരിവാളിപ്പ് എന്ന് പറഞ്ഞാലൊന്നും അനങ്ങുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, എന്താണ് അമ്മ പറയുന്നത്? അമ്മയുടെ പേര് ആത്മഹത്യാക്കുറിപ്പിലും ഉണ്ടായിരുന്നു, അമ്മയ്ക്കെല്ലാം അറിയാമെന്ന തരത്തിൽ അല്ലേ? എന്തൊക്കെയാണ് അവർ ആരോപിക്കുന്ന ദുരൂഹത? ജിംഷാദ്, ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതിനു പിന്നിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഷാജിയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ അമ്മ പറയുന്നതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നുണ്ട്. അതായത് ഈ ഒരു ഷാജിയുടെ ശരീരത്തിൽ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കറുത്ത കലകൾ കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തതകൾ ഇല്ല. ഇതിനു പിന്നിൽ എന്താണ് എന്നതുമായുള്ള ഒരു സംശയമാണ് അമ്മയും ഉയർത്തുന്നത്. മറ്റു ബന്ധുക്കൾ അടക്കം ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ഷാജി വീട്ടിലെത്തിയ സാഹചര്യത്തിൽ ഷാജിയോട് തന്നെ അമ്മ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അത്തരത്തിൽ സംശയം ചോദിച്ച സാഹചര്യത്തിൽ ഷാജി പറഞ്ഞത് തനിക്ക് മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല എന്നായിരുന്നു. എങ്കിലും എങ്ങനെയാണ് ഈ കറുത്ത പാടുകൾ മുഖത്തും കഴുത്തിന്റെ ഒരു ഭാഗത്തുമായി വന്നത് എന്നതിൽ നിലവിൽ സംശയം ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിനാൽ തന്നെയാണ് ബന്ധുക്കൾ വലിയൊരു ആരോപണം ഉയർത്തുന്നത്. ഈ ഒരു മരണത്തിന് പിന്നിൽ ദുരൂഹതകൾ ഉണ്ട് എന്നൊരു ആരോപണവുമായാണ് രംഗത്ത് വന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയായിരുന്നു കണ്ണൂർ ചൊവ്വയിലെ വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ ഷാജിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസം തന്നെ ഷാജിക്ക് ലഭിച്ചിരുന്നു. ഇന്നലെ രാവിലെ ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോവുകയും ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേണ്ടതില്ല, വൈകുന്നേരം 6 മണിക്ക് മാത്രം വിളിച്ചാൽ മതി എന്ന് അമ്മയോട് പറഞ്ഞ് മുറിക്കകത്ത് കയറി കഥ കടക്കുകയായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 6 മണിയോടുകൂടിയാണ് അമ്മ ഷാജിയെ വിളിക്കുവാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടത്തിൽ വാതിൽ മുട്ടി വിളിക്കുന്ന സാഹചര്യത്തിൽ ഷാജി തുറന്നിരുന്നില്ല. ശേഷം ഈ വാതിലിന്റെ ഹോളിലൂടെ നോക്കുമ്പോഴായിരുന്നു ഷാജി അവിടെ കിടക്കുന്നതായി കണ്ടത്. അമ്മ തന്നെ അതിൽ വ്യക്തമാക്കുന്നുണ്ട്, അമ്മയ്ക്ക് അതിൽ ദുരൂഹതകളോ അല്ലെങ്കിൽ മറ്റു സംശയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം മകൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മുറിക്കകത്തേക്ക് കയറിയിരുന്നത്. വീണ്ടും പലതവണ മുട്ടി വിളിച്ചെങ്കിലും കതക് തുറക്കാത്തതിനെ തുടർന്ന് അടുത്തുള്ളവർ വന്ന് കതക് ചവിട്ടി തുറന്ന സാഹചര്യത്തിലാണ് വായിൽ നിന്നും നുരയും പതയും വന്ന രീതിയിൽ ഷാജിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനു പിന്നിൽ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ബന്ധുക്കൾ അടക്കം ആരോപിക്കുന്നുള്ളത്. അതേസമയം തന്നെ ഇത് രാഷ്ട്രീയമായ ഇടപെടലിലേക്കും പോകുന്നുണ്ട്. ഇതിനു പിന്നിൽ SFI ആണ് എന്ന രീതിയിൽ കെ സുധാകരൻ അടക്കം പരാമർശം നടത്തിയിട്ടുണ്ട്. ഷാജിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം SFIക്കാണ്, മത്സരം അട്ടിമറിക്കാൻ SFI ഇടപെട്ടു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ FIRൽ ഷാജിക്കെതിരെയാണ് പരാമർശങ്ങൾ ഉള്ളത്. എന്നാൽ FIRലെ ഈ പരാമർശങ്ങളെ ഒക്കെ തന്നെ എതിർത്തുകൊണ്ടാണ് കുടുംബത്തിന്റെ പ്രതികരണം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.